بسم الله الرحمن الرحيم. السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله الفائزين برضا الله. أما بعد. മുഅ്മിനീങ്ങളെ, അള്ളാഹു നമ്മുടെ ഈ സംഗമം സ്വീകരിക്കട്ടെ. നമ്മുടെ പാപങ്ങൾ അള്ളാഹു പുറത്തു തരട്ടെ. രോഗങ്ങൾ അള്ളാഹു ശിഫയാക്കട്ടെ. മരണപ്പെട്ടവരുടെ ഖബർ അള്ളാഹു സന്തോഷത്തിലാക്കി തരട്ടെ. തെറ്റുകുറ്റങ്ങൾ അവർക്കും നമുക്കും അള്ളാഹു നിരുപാധികമാപ്പാക്കി തരട്ടെ. നമ്മുടെയും കുടുംബത്തിൻ്റെയും ശിഷ്ട ആയുസ് അള്ളാഹു പൊരുത്തപ്പെട്ട വഴിയിലായി ഇസ്സത്തോടെ സന്തോഷത്തോടെ ദീർഘമായി കഴിഞ്ഞ് ഈമാൻ സലാമത്തായി മരിക്കാനുള്ള മഹാഭാഗ്യം അള്ളാഹു നമുക്കെല്ലാവർക്കും നൽകട്ടെ. ഇസ്ലാമിക ചരിത്രത്തിൻ്റെ ഇന്നലകളിൽ വിശ്വാസികൾക്ക് ഏറെ നേട്ടവും പിന്നീട് വന്നവർക്ക് ആവേശവും പകർന്ന ത്യാഗോജ്ജലമായ സ്മരണകളുടെ ഓർമ്മ ദിനങ്ങളാണ് മുഹറമിൻ്റെ ആദ്യത്തെ 10 ദിനങ്ങൾ. മുഹറം മാസം മഹാന്മാരായ അമ്പിയാക്കളുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വിപൽഘട്ടത്തെ ഓർമ്മപ്പെടുത്തി ഈമാൻ വിജയത്തിൻ്റെ ഏറ്റവും അഭിവാജ്യ ഘടകമാണ് എന്ന് പറഞ്ഞു തരുന്ന ഒരു സന്ദേശത്തോടുകൂടെ മുഹറം നമ്മളിലൂടെ ഇങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുക. നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ താൽക്കാലികമായ ഏതെങ്കിലും ഒരു ആവശ്യത്തിലോ താൽക്കാലികമായ ഒരു സമയത്തിൻ്റെ പരിധിയിലോ പരിമിതപ്പെട്ടു പോകുന്ന ഒരു മാനസിക ആവേശം മാത്രമാണ് നമ്മുടെ ഈമാൻ എന്നത് ഒരു വസ്തുതയാണ്. സൗകര്യങ്ങൾക്കനുസരിച്ച് നിലപാടുകളിൽ വിശ്വാസത്തിൻ്റെ കാര്യത്തിൽ മാറ്റം വരുന്നവരാ നമ്മൾ. അല്ലെങ്കിൽ നമ്മുടെ താല്പര്യങ്ങൾക്ക് നമ്മുടെ വിശ്വാസ ആചാരങ്ങളെക്കാൾ അപ്പുറം സ്ഥാനം കൊടുക്കുന്നവരാ നമ്മൾ. രൂപത്തിലും വേഷത്തിലും തറവാടിലും പേരിലും പെരുമയിലുമൊക്കെ നമ്മൾ പൂർവികരുടെ പിൻഗാമികൾ എന്ന് പറയുന്നവരുമാണ്. ഒരു സ്വയം വിചാരണയുടെ നേരം എത്രയോ അതിക്രമിച്ചു കഴിഞ്ഞു എന്നതൊരു സത്യമല്ലേ? നമ്മൾ ഓരോരുത്തരും എവിടെ നിൽക്കുന്നു എന്നതിനെക്കുറിച്ച് ആലോചിക്കണം. ഈ കാലഘട്ടം എന്തുകൊണ്ട് മനുഷ്യൻ അള്ളാഹുവിലേക്ക് മടങ്ങാനുള്ള ചിന്തകളെ ധാരാളം വിഭാവനം ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. എന്തുകൊണ്ട്? അവിചാരിത നേരത്ത് വരുന്ന തകർച്ചകൾ, താങ്ങാനാവാത്ത പ്രതിസന്ധികൾ, അതോടൊപ്പം തന്നെ കൺമുന്നിൽ ചിരിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യൻ പെട്ടെന്ന് മരിച്ചു പോകുന്ന അവസ്ഥകൾ, പിടികിട്ടാത്ത രോഗങ്ങൾ, ചികിത്സകൾ 10,000-ങ്ങളിൽ നിന്നും ലക്ഷങ്ങൾ കടന്ന് ഇപ്പോൾ കോടികളിലേക്ക് എത്തി നിൽക്കുന്ന അവസ്ഥകൾ, വളരെ വിരളമെന്ന് കേട്ടിരുന്ന പല സങ്കടങ്ങളും നമ്മുടെ ചുറ്റുപാടുകളിൽ വ്യാപകമാകുന്ന രീതികൾ, നന്നാവാനും അള്ളാഹുവിനെ ഓർക്കാനും ഇതിനപ്പുറം ഇനി വേറെ ഒന്നും വേണ്ട എന്നതാണ് നാം മനസ്സിലാക്കേണ്ട ഒരു യാഥാർത്ഥ്യം. എവിടെയോ നമ്മുടെ വിവേകത്തിൽ ഒരു കുറവ് വന്നിട്ടുണ്ട്. നമുക്ക് കിട്ടേണ്ട പലതും കിട്ടാതെ പോകുന്നുണ്ട്. അമലിന്റെ ആസ്വാദനം നമ്മളിൽ നടക്കുന്നില്ല. എന്നിട്ട് നമ്മളിതൊന്നും അറിയാത്ത പോലെ എവിടെയൊക്കെയോ നമ്മുടെ ആയുസ് ഇങ്ങനെ നഷ്ടപ്പെട്ടു പോവാ. അള്ളാഹുവിലേക്ക് അടുത്ത പൂർവീകർ ഒരുപാട് വിശാലമായി അതിനൊന്നും പഠിക്കേണ്ട. നമ്മുടെ മുമ്പ് ജീവിച്ച നമ്മുടെ കുടുംബത്തിലെ കാരണവന്മാരൊന്ന് ആലോചിച്ചാൽ മതി. ദുനിയവിയായ സുഖലോലുപതകളിലും സന്തോഷങ്ങളിലും മാത്രമാണ് നമ്മൾ ആഖിറത്തിലേക്കൊന്നും സമ്പാദിക്കുന്നില്ല എന്നത് തിരിച്ചറിയാൻ നമ്മുടെ വല്ലുപ്പ അല്ലെങ്കിൽ നമ്മുടെ വാപ്പ ഈ കാലഘട്ടത്തിൽ നാം ഉപയോഗിക്കുന്ന പല സാങ്കേതിക തരംഗങ്ങളിലും അവർ പങ്കാളിത്തം അറിയിക്കാതെ അവർക്കുണ്ടായിരുന്ന പരമാവധി ഒഴിവ് സമയങ്ങൾ ദിക്ർ ചൊല്ലാൻ ഉപയോഗിച്ചു. അവർക്ക് കിട്ടിയ സൗകര്യങ്ങളിൽ അള്ളാഹുവിനെ തൃപ്തിപ്പെടുത്താൻ അവർ ശ്രമിച്ചു എന്നത് നാം ഓർക്കുന്ന ചരിത്രങ്ങളും അനുഭവങ്ങളുമാണ്. അവിടേക്ക് നമുക്ക് എത്താൻ കഴിയുന്നില്ല. നിങ്ങൾ ശ്രദ്ധിച്ചിരുന്നോ? ഈ കഴിഞ്ഞ 10 ദിവസത്തിനുള്ളിൽ എത്ര ആലിമീങ്ങളും സയ്യിദന്മാരുമാണ് ഈ ലോകത്തോട് വിട പറഞ്ഞത്? ഭൂമിയുടെ ബറക്കത്ത് ഇങ്ങനെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കല്ലേ?
ഏതെല്ലാം മേഖലകളിൽ മനുഷ്യൻ കൈവെക്കുന്നു അവിടെയൊക്കെ ബർക്കത്ത് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ പുതിയ തലമുറയ്ക്ക് പ്രളയം എന്ത് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാകും. പകർച്ചവ്യാധി എന്തെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാകും. ഒരുപാട് സംഭവങ്ങൾ പഴയ കാലത്ത് കേട്ടുകേൾവിയിലൂടെ മാത്രം തള്ളിക്കളഞ്ഞ ഒരു ചരിത്രമായി അവശേഷിച്ചത് പലതും നമ്മുടെ മുന്നിൽ ആവർത്തിച്ചിട്ടും നമുക്ക് എന്താ ഒരു കുലുക്കം ഇല്ലാത്തത്? അള്ളാഹു നമ്മെ നന്നാക്കി തരട്ടെ. ഈമാന്റെ കണിക മനസ്സിൽ ഇല്ലെങ്കിൽ അവിടേക്ക് എത്ര വെളിച്ചം അടിച്ചിട്ടും കാര്യമില്ല, അതിങ്ങനെ കറുത്തേയിരിക്കും. കറുത്ത നിറത്തിലുള്ളതിൽ എത്ര വെളിച്ചം അടിച്ചിട്ടും കാര്യമില്ല, അത് ആ കറുപ്പ് തന്നെയാ വിഭാവനം ചെയ്യുക. മനുഷ്യൻ പാപം ചെയ്യുന്നതനുസരിച്ച് അവന്റെ ഹൃദയം കറുത്തു പോകും എന്ന് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു ചെറിയ തെറ്റ് ചെയ്യുമ്പോൾ ചെറിയ കറുത്ത പുള്ളിയാ വന്ന് വീഴുന്നത്. അത് തെറ്റാണല്ലോ, അള്ളാഹ് സംഭവിച്ചു പോയല്ലോ എന്ന വിചാര പദങ്ങളിലൂടെ പശ്ചാത്താപത്തിലേക്ക് അവൻ നടന്നാൽ സുഖില ഖൽബുഹു, അപ്പോഴാ ആ കറ കളഞ്ഞിട്ട് അവിടെ ഒരു വെളിച്ചം സ്വീകരിക്കാവുന്ന പരുവത്തിൽ അള്ളാഹു ഹൃദയ ഭിത്തിയെ സംവിധാനിക്ക എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. സ്വഹാബികളോട് ഇങ്ങനെയൊക്കെ പറയുമ്പോൾ അതോടൊപ്പം തന്നെ പരിശുദ്ധ ഖുർആനിന്റെ അനർഘമായ ഒരു ആയത്തും കൂടി ചേർത്ത് വെച്ചു. കല്ലാ ബൽ റാന അലാ ഖുലൂബിഹിം. ഖുർആൻ ഇത് പറഞ്ഞതാ സ്വഹാബ. ഹൃദയത്തിലേക്ക് കറുത്ത പുള്ളികൾ വന്ന് ഹൃദയം ഇരുണ്ടിരുണ്ട് പോയിക്കൊണ്ടിരിക്കുക എന്ന്. ഹൃദയത്തിന്റെ ആ കറയെ കളയാൻ ഒരു പ്രത്യേക ദ്രാവകമുണ്ട്, അത് നമ്മുടെ കണ്ണുനീരാ. കണ്ണുനീരിന് മഹത്വം ഉണ്ട് എങ്കിൽ ആ മഹത്വമാണ് സയ്യിദുനാ ആദം അലൈഹിസ്സലാമിന്റെ കണ്ണുനീര്. അള്ളാഹുവിനെ ഭയന്ന് ഒരു തുള്ളി കണ്ണുനീര് ഭൂമിയിലേക്ക് വീഴുമ്പോൾ, റബ്ബിനെ ഓർത്ത് വീഴുമ്പോൾ, ആ കണ്ണുനീരിന്റെ സ്ഥാനം അള്ളാഹു കൊടുക്കുന്നത് അതുല്യമാണ്. മഹാന്മാരായ ഉലമാ പഠിപ്പിക്കുന്നുണ്ട്, നബത്ത മിൻ ദമൂഇ ആദമ അസ്സന്ദലു വസ്സൻജബീലു വൽഊദ് ഔ കമാ ഖാലു. ആദം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കണ്ണുനീരിന്റെ അംശമാ ഈ ഭൂമിയുടെ മണ്ണ് ആ കണ്ണുനീരാൽ കുതിർന്നു. അതിൽ നിന്നാണ് ഇഞ്ചി മുളച്ചുണ്ടായത്, അതിൽ നിന്നാണ് ചന്ദനം മുളച്ചുണ്ടായത്, അതിൽ നിന്നാണ് മേത്തരം ഉഴുതുകൾ ഉണ്ടായതെന്ന് മഹാന്മാരായ മുഫസ്സിറുകൾ ഉലമാ പഠിപ്പിക്കുന്നതായി നമുക്ക് കാണാം. ആലോചിച്ച് നോക്കണം, ഒരു മനുഷ്യന്റെ കണ്ണുനീര് അള്ളാഹു അതിന് കൊടുക്കുന്ന സ്ഥാനം, അത് അള്ളാനെ ഓർത്തു എന്നത് അതിലൊരു പ്രധാന ഘടകം ആയി എന്നതുകൊണ്ടാണ്. സാധിച്ചിട്ടുണ്ടോ നമുക്ക്? ഒരു വലിയ അനുഗ്രഹം നമ്മുടെ മുന്നിലേക്ക് വരുമ്പോൾ നമുക്ക് ഇതെന്റെ റബ്ബ് തന്നതാണെന്ന് തോന്നൽ നമ്മുടെ ഹൃദയത്തിന്റെ ഭിത്തികളെ ഇടിച്ച് നിരത്തി കണ്ണിലൂടെ അത് ഒലിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? ദുരന്ത മുഖങ്ങളിൽ പോലും അള്ളാഹുവിനെ കൈവിട്ട് ഞാൻ എന്തിനാ ഇങ്ങനെ നിസ്കരിക്കുന്നത്, ഇങ്ങത് വേണ്ട, അങ്ങനെ ആ രീതിയിലേക്ക് ഒരു ദുരിതം അനുഭവിക്കുമ്പോഴും സങ്കടത്തിന്റെ കയത്തിൽ നമ്മൾ നീന്തുമ്പോഴും ഒരിക്കലും അള്ളാനെ മറക്കൂല എന്ന് പ്രതീക്ഷിക്കുന്നിടത്ത് അവിടെയും അള്ളാനെ മറക്കാണ്. ശുഷ്കിച്ച ആയുസ്സിന്റെ ഒരറ്റത്തപ്പം നമ്മൾ നിൽക്കുന്നത്. എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാം ആ മരണമെന്ന യാഥാർത്ഥ്യം. മുഹറം ഇങ്ങനെ യാത്ര പറഞ്ഞു പോകും, കൂട്ടത്തിലൊരു വയസ്സ് പോകും. ആരും വിചാരിക്കുന്നില്ല ഇപ്പൊ നഷ്ടം സംഭവിച്ചിട്ടുണ്ട് എന്നത്. ഇനി അതൊരിക്കലും വീണ്ടെടുക്കാൻ പറ്റുമെന്നും ആരും വിചാരിക്കുന്നില്ല. മഹാന്മാരുടെ ചിന്തകളെ ഒന്ന് താരതമ്യം ചെയ്താൽ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കയ്യിലുള്ളത് മുഴുവനും ദാനം ചെയ്യാം. ദാനം ചെയ്യുന്നതിൽ മഹാനവറുകൾക്ക് കിട്ടുന്ന ഒരു ആനന്ദമുണ്ട്. ആ ആനന്ദത്തിൽ മഹാനവറുകൾ ലയിക്കാം. പരിസരങ്ങൾ മുഴുവനും ആ മഹാനെ കുറ്റപ്പെടുത്താൻ വേണ്ടി എല്ലാ ക്രൂര വിനോദങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്ന പരിസരവാസികൾ, ഇടപഴകുന്നോടത്തെ സമ്പർക്ക വ്യവസ്ഥയിലുള്ള ആളുകൾ, സൗഹൃദ വലയങ്ങളിൽ നിന്നും മഹാനവറുകൾ വിട്ടെറിഞ്ഞു പോന്ന പൂർവീകരായ മഹാനവറുകളുടെ കൂട്ടുകാർ എല്ലാവരും ഒറ്റപ്പെട്ട് നിൽക്കുക, പിന്തുണയ്ക്കാൻ ആരുമില്ല, ആരെയും ബോധ്യപ്പെടുത്തുന്നില്ല. കയ്യിലുള്ളത് മുഴുവനും അള്ളാഹുവിന്റെ തൃപ്തിയിൽ എന്ന് പറഞ്ഞു കൊടുക്കുന്നു. ആ സമയത്ത് മഹാനവറുകളുടെ മുന്നിലുള്ളത് ഇത് കുറച്ച് കാലത്തേക്ക് അള്ളാഹു എൻ്റെ കയ്യിൽ ഏൽപ്പിച്ച ചിലത് മാത്രമാണ്, എനിക്ക് ശാശ്വതമായത് കിട്ടും എന്നൊരു ചിന്ത. അതിനെ ഈമാൻ എന്ന് പറയാം. അവിടെ ആ മനുഷ്യൻ നിൽക്കുന്ന നിലപാടിനെ ഖുർആൻ ശരിവെക്കുന്ന ആയത്തുകൾ പരിശുദ്ധ ഖുർആനിൽ പിന്നീട് ഇറങ്ങുകയാണ്. സൂറത്ത് ശൂറയുടെ ആയത്തുകൾ.
أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم فما أوتيتم من شيء فمتاع الحياة الدنيا وما عند الله خير وأبقى للذين آمنوا وعلى ربهم يتوكلون. സൂറത്ത് ശൂറയുടെ 36-ാമത്തെ ആയത്താണ്. ഇമാം ഖുർത്തുബി രേഖപ്പെടുത്തുന്നുണ്ട്, നസലത് ഫി അബീ ബക്രിൻ ഹീന അൻഫഖ ജമീഅ മാലിഹി ഫി തആഅത്തില്ലാഹി ഫലാമഹുന്നാസ്. ജനങ്ങൾ മുഴുവനും കുറ്റപ്പെടുത്തുമ്പോഴും അള്ളാഹുവിന്റെ മാർഗത്തിൽ കൊടുക്കുന്നതിൽ ഒരു മടുപ്പ് വരാത്ത ആ പർവ്വത സമാനമായ വിശ്വാസത്തിന്റെ ഉടമയായ മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു. വല്ലാത്ത ഈമാനായിരുന്നു ആ മനുഷ്യന്. ചില ഖബറുകളിൽ കാണാം, ഹബീബിൽ നിന്നും ഉദ്ധരിച്ചിട്ടുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം, ലൗ ഉസ്ന ഈമാനു അബീ ബക്കർ മഅ ഈമാനി ഉമ്മത്തി ലറജഅ ഈമാനു അബീ ബക്കർ. എന്റെ സമുദായത്തിന്റെ സർവരുടെയും ഈമാനിനെ തുലാസിന്റെ ഒരു തട്ടിൽ വെച്ച് അപ്പുറത്തേക്ക് അബൂബക്കർ സിദ്ദീഖ് എന്നവരുടെ റളിയല്ലാഹു അൻഹു ഈമാനിനെ ഒറ്റയ്ക്ക് വെച്ചാൽ, സിദ്ദീഖ് തങ്ങളുടെ ഈമാൻ ഒറ്റയ്ക്ക് വെക്കപ്പെട്ടിട്ടുള്ള, തനിച്ചു വെക്കപ്പെട്ടിട്ടുള്ള തുലാസിന് തന്നെയായിരിക്കും ഭാരമെന്ന് ഔക്കമാ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു മനുഷ്യൻ പരിവർത്തനത്തിലൂടെ ഇങ്ങനെ കയറി വന്നാൽ ആ മനുഷ്യന് 38-ാമത്തെ വയസ്സിൽ കലിമ ചൊല്ലാൻ പറ്റുന്നു. അവിടം കൊണ്ട് കഴിഞ്ഞ കാലത്തെയല്ല, ആയുസ്സിന്റെ എത്രയോ ആവർത്തിയെ ധന്യമാക്കും വിധം നന്മകളിലേക്ക് ചേക്കാറാൻ ആ മനുഷ്യൻ ഉണ്ടാക്കിയെടുത്ത ഒരു ചട്ടക്കൂടുണ്ട്, ദീനിയായ ചിന്ത. അവിടം കൊണ്ട് കഴിഞ്ഞതിനെ നമുക്ക് താരതമ്യം ചെയ്താൽ ചില മാറ്റങ്ങൾ വരും. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. സുബഹിക്ക് വിളിച്ചു ചോദിക്കാണ്, ഇന്ന് ഇന്ന ഇന്ന നന്മകൾ ചെയ്തവരാര്? സുബഹിക്ക് പള്ളിയിൽ ജമാഅത്തിന് പങ്കെടുക്കാൻ വരുമ്പോ കഴിഞ്ഞ രാത്രിയിൽ ഉറക്കം കഴിഞ്ഞ് രാത്രിയെ ഹയാത്താക്കാൻ നിസ്കാരത്തിൽ ഏർപ്പെട്ടവരാര്? സ്വതക്ക ചെയ്തവരാര്? ജനാസ അനുഗമനത്തിൽ പങ്കെടുത്തവരാര്? യതീമിനെ സഹായിച്ചവരാര്? വിധവയ്ക്ക് സേവനം ചെയ്തവരാര്? എത്ര ചോദ്യം ചോദിച്ചാലും എല്ലാത്തിനും ഞാൻ ഉണ്ടായിരുന്നു ഈ കഴിഞ്ഞ രാത്രിയിൽ എന്ന് കൈ ഉയർത്താൻ സയ്യിദുനാ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉണ്ടായിരുന്നു എന്നതാണ്. അത്രത്തോളം പ്രവാചക ജീവിതത്തോട് ചേർന്ന് നിന്ന ആ മഹാൻ ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പഠിക്കാനും അറിയാനും സിദ്ദീഖിനെ അറിഞ്ഞാൽ മദീന. അത്രത്തോളം നബി ജീവിതം ഒട്ടിയ, അതിൽ ലയിച്ച മഹാൻ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ഖുർആൻ പറയാണ്, ഫമാ ഊതീതും മിൻ ശൈഇൻ ഫമതാഉൽ ഹയാത്തിദ് ദുനിയ. അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവ് ചെയ്യാൻ വേണ്ടി ദുനിയാവിൽ നിങ്ങൾ ഉപയോഗിക്കുന്നതൊക്കെ തൽക്കാലം അള്ളാഹു തന്നതാണിത്, അത് അങ്ങോട്ട് കൊടുത്തേക്ക്. എന്നാൽ വമാ ഇൻദല്ലാഹി ഖൈർ, അള്ളാഹുവിന്റെ കയ്യിലുള്ളത് താരതമ്യാതീതമാണ്. അള്ളാഹു നിങ്ങൾക്ക് തരും, തന്നാലോ അത് തിരിച്ചു കൊടുക്കേണ്ടതില്ല. വഅബ്ഖാ, എന്നും നിങ്ങളിൽ ഉണ്ടാകുമെന്ന് ഖുർആൻ. അള്ളാഹു ആ ഗണത്തിൽ നമ്മെ പെടുത്തട്ടെ. ജീവിതത്തിൽ ഏറെ ചിന്തിക്കാനുള്ള കാര്യം. ചില സമയങ്ങളിൽ റബ്ബിനെ നമ്മൾ പാടെ മറക്കാം. ഈ ചുറ്റുപാടിൽ ധാരാളം പണ്ഡിതന്മാരുടെ വിയോഗം നമ്മെ ചിന്തിപ്പിക്കേണ്ടതാണ്. നമുക്കെപ്പോഴും പരാതിയാ പറയാനുള്ളൂ, ഞാൻ അത് ചെയ്തിട്ട് റബ്ബ് എനിക്ക് തന്നില്ല, ഞാൻ ആ നേർച്ച ചെയ്തിട്ട് എന്താ അതിനൊരു ഗുണമില്ലാതായി. കണ്ണാടിക്ക് പ്രശ്നമല്ലേ? കണ്ണാടി സൗന്ദര്യം കൊടുക്കുന്നത് കണ്ണാടിയിൽ എത്തിക്കുന്നതിന് മാത്രമാണ് എന്ന് വെച്ച് കണ്ണാടിയെ തച്ചു തകർക്കുന്നതിൽ അർത്ഥമില്ല. പ്രശ്നം നമ്മുടെ മുഖത്തിൻ്റെതാണ്. ആ കണ്ണാടിയെ പഴയ ആളുകൾ ഉപയോഗിച്ചതാണ്. അവർക്കതിൽ നിന്നും കിട്ടിയ പ്രതിഫലനം ആർക്ക് ചെന്നാലും കിട്ടും. പക്ഷേ പ്രതീക്ഷിക്കുന്നത് കിട്ടണമെങ്കിൽ പ്രതീക്ഷിക്കുന്നത് പോലെ ചെല്ലണം. ബസ്ര പട്ടണത്തിലൂടെ മഹാനായ ഇബ്രാഹിമിന് അദ്ദേഹം റളിയല്ലാഹു അൻഹു അങ്ങനെ നടന്നു പോവാം. അബു നുഐം അദ്ദേഹത്തിന്റെ ഹില്യത്തുൽ ഔലിയായിൽ ഈ ഹദീസ് രേഖപ്പെടുത്തുന്നുണ്ട്. മഹാനായ സാത്വികനായ പണ്ഡിതൻ സാഹിദ്, റഈസ് സാഹിദീൻ, മഹാനായ ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹു ബസ്ര പട്ടണത്തിലൂടെ നടന്നു പോവാം. ആളുകൾ അറിഞ്ഞു ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹു വരുന്നു എന്ന്. കൈപിടിക്കാനും മഹാനവകളോട് ഉപദേശം ചോദിക്കാനും പ്രാർത്ഥന കൊണ്ട് ധന്യരാവാനും ബസ്ര നിവാസികൾ ഇങ്ങനെ തടിച്ചുകൂടി നിൽക്കാം.
ബസ്രാക്കാര് പല പരാതികൾ മഹാനവറുകളോട് പറഞ്ഞു, സങ്കടങ്ങളേറെ പറഞ്ഞു. പക്ഷേ എല്ലാ സങ്കടങ്ങളുടെയും പരാതിയുടെയും അപ്പുറം എല്ലാവർക്കും ഒരേ സ്വരത്തിൽ ഒന്നേ പറയാനുണ്ടായിരുന്നുള്ളൂ. فاجتمع الناس إليه فقالوا له يا أبا إسحاق إن الله يقول في كتاب الله ادعوني أستجب لكم ونحن ندعوه منذ دهر. ഓരോരുത്തരുടെയും ഓരോ ആവശ്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് മൊത്തത്തിൽ അതിന് ടോട്ടൽ പരിശോധിച്ചാൽ എല്ലാവരും പറഞ്ഞത് ഇത്രയേ ഉള്ളൂ, ഖുർആനിലുണ്ടല്ലോ എന്നെ വിളിച്ച് ചോദിച്ചാൽ ഞാൻ നിങ്ങൾക്ക് ഉത്തരം തരാമെന്ന്. അള്ളാഹുവിന്റെ പ്രഖ്യാപനമല്ലേ അത്? ഞങ്ങൾ എത്ര കാലങ്ങളായി അള്ളാഹുവോട് ചോദിക്കുന്നു, ഈ നാട്ടിൽ എന്തേ ദുആക്ക് ഉത്തരമില്ലേ എന്ന് മഹാനായ ഇബ്രാഹിമിൻ അദ്ഹം റളിയല്ലാഹു അൻഹുവിനോട് ബസ്ര നിവാസികൾ ചോദിക്കാം. നമുക്കും ചോദിക്കാനുണ്ടായിരുന്നു അത്. നമ്മൾ ആ സന്ദർഭത്തിൽ അവിടെ ഉണ്ടെങ്കിൽ നമ്മുടെയും ചോദ്യം അത് തന്നെയായിരുന്നു. അതിന് ഹൃദയം നോക്കിയിട്ട് ചികിത്സ നടത്താൻ കഴിയുന്ന ആത്മീയ ആചാര്യൻ, ഹൃദയം നോക്കി ചികിത്സിക്കാൻ കഴിയുന്ന ആത്മീയ ആചാര്യൻ ആ സമൂഹത്തിന് മുഴുവനും കൊടുത്ത മറുപടി അബൂ നുഐമിന്റെ ഹില്യയിൽ നമുക്ക് കാണാം. നമ്മുടെ ചിന്താഗതികളിൽ, മനോഭാവങ്ങളിൽ 10 കാര്യങ്ങൾക്ക് മാറ്റം വരാതെ നമ്മൾ പ്രാർത്ഥിച്ചിട്ട് അർത്ഥമില്ല, അള്ളാഹുവിലേക്ക് അടുക്കാനേ പറ്റില്ല. 10 കാര്യങ്ങളിൽ നിങ്ങൾക്ക് അബദ്ധം പറ്റിയിട്ടുണ്ടെന്ന് മഹാനായ ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹു ബസ്രാക്കാരോട് പറയുകയാണ്. മാ തഖ്ഖുലൂബുകും ഫി 10 അശ്യാ. 10 കാര്യങ്ങളിൽ നിങ്ങളുടെ മനസ്സ് ചത്തിരിക്കാ. അവ്വലുഹാ, ഒന്നാമത്തേത് കേട്ടോളൂ. അറഫ്തുമുല്ലാഹ വലം തുഅദ്ദൂ ഹഖ്ഖഹു. അള്ളാഹുവിനെ ബോധ്യപ്പെട്ടിട്ടുണ്ട്, അള്ളാഹുവിനെ അറിഞ്ഞിട്ടുണ്ട്, അള്ളാഹുവിനെ കുറിച്ച് എമ്പാട് നിങ്ങൾക്ക് ബോധ്യമായതാ. അള്ളാഹനെ നമുക്കറിയാം, അൽഹംദുലില്ലാഹ്. പക്ഷേ റബ്ബിനോടുള്ള ഹഖ് നിർവഹിക്കുന്നതിൽ നിങ്ങൾക്ക് വീഴ്ച വരാറുണ്ടേ. ശരിയാണല്ലോ. നമ്മുടെ സൗകര്യങ്ങളിൽ ചിലപ്പോൾ നിസ്കാരങ്ങൾ, ചില സമയത്ത് ഒരു വിലയില്ല നിസ്കാരത്തിന്. ഉദാഹരണം, ഒരു കല്യാണത്തിന്റെ തിരക്ക്, ഒരു യാത്ര. ഇങ്ങനെ ഒരു സ്വഭാവം നിങ്ങൾക്കുണ്ട് എങ്കിൽ നിങ്ങളുടെ ദുആക്ക് ഉത്തരമില്ല. ഇത് ബസ്രാക്കാരുടെ പ്രശ്നമല്ല, ഇത് നമ്മുടെയും പ്രശ്നമാണ്. അള്ളാഹുവിനെ നിങ്ങൾക്ക് ബോധ്യമായി, പക്ഷേ റബ്ബിനോടുള്ള ഹഖ് വീട്ടുന്നതിൽ നിങ്ങൾ പരാജയത്തിലാ. അങ്ങനെയുണ്ട്. മുസ്തഫ മുസ്ലിയാർ നവ്വറല്ലാഹു മർഖദ, നിങ്ങൾ അറിയുമായിരിക്കും. പെരുമ്പാവൂർ വല്ലം സ്വദേശി കരക്കുന്നൻ മുസ്തഫ മുസ്ലിയാർ നവ്വറല്ലാഹു മർഖദ. ഈ ഉള്ളവൻ മുൻപ് ഖതീബായി ജോലി ചെയ്ത പെരുമ്പാവൂർ കാഞ്ഞിരക്കാട് മഹല്ല്, അവിടെ 76 വർഷത്തിലധികം ഖതീബായിരുന്ന, 76 വർഷത്തിലധികം ഖതീബായിരുന്നു എന്ന് പറയുന്ന, അല്ലെങ്കിൽ 83 വർഷം മുസ്തഫ മുസ്ലിയാർ, കരക്കുന്നൻ മുസ്തഫ മുസ്ലിയാർ 990 ജനിക്കുന്നത്. കണ്ണിയത്ത് അഹമ്മദ് മുസ്ലിയാരുടെ കാലക്കാരനാണ്. അള്ളാഹുവിന്റെ വലിയ മഹാനായ മുസ്തഫ മുസ്ലിയാർ 962 കാലഘട്ടത്തിൽ പെരുമ്പാവൂർ വല്ലം ഭാഗത്തൊക്കെ വെള്ളപ്പൊക്കം വന്ന സമയത്ത് ആ മഹാനായ മനുഷ്യൻ വല്ലത്ത് നിന്നും സുബഹിയുടെ ജമാഅത്തിന് ഇമാമത്ത് നിൽക്കാൻ നീന്തി വരുമായിരുന്നു ഹഖ് നിർവഹിക്കാൻ. ജന്മനാട്ടില് 40 ദിവസം വഴുതു പറയാൻ പോയി. 20 ദിവസം എത്തിയപ്പോഴേക്കും മഹല്ലുകാര് ആനയും പടയുമായി ചെന്നു ഖത്തീബിനെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. ഇനി അവിടെ എങ്ങാനും പെട്ടുപോയാലോ? വല്ലം മഹല്ലിന്റെ കിഴക്ക് ഭാഗത്ത് ആ ഖബർ നമുക്ക് കാണാൻ പറ്റും. അള്ളാഹുവോടുള്ള ഹഖ് നിർവഹിക്കുന്നതിൽ നമ്മളിൽ വീഴ്ച വരുന്നോടത്ത് ഇങ്ങനെ ചില ചരിത്രങ്ങളുണ്ട്. ബസ്രാക്കാരോട് പിന്നെ പറഞ്ഞു, രണ്ടാമതൊരു പ്രശ്നമുണ്ട്. ഖറഅതും കിതാബല്ലാഹി വലം തഅമലൂ ബിഹി. നിങ്ങളൊക്കെ ഖുർആൻ ഓതുന്നവരും ഓതാൻ അറിയുന്നവരുമാ, എന്നാൽ ഖുർആൻ കൊണ്ട് ചില അമലുകളുണ്ട്, അതിൽ നിങ്ങൾക്ക് വീഴ്ചയുണ്ട്. ഉദാഹരണം, എല്ലാ രാത്രിയിലും സൂറത്തുൽ മുൽക്ക് ഓതണം. ഖുർആന്റെ അമല ഉണ്ടോ? ഇല്ല. സൂറത്തുൽ വാഖിഅ ഓതണം. ഖുർആൻ കൊണ്ടുള്ള അമല, നിങ്ങൾക്ക് വീഴ്ചയല്ലേ? ഉണ്ടല്ലോ. വെള്ളിയാഴ്ചയിൽ സൂറത്തുൽ കഹ്ഫ് ഓതൽ സുന്നത്തല്ലേ? അതെ, അറിയാലോ. വല്ലപ്പോഴൊക്കെ ഖുർആൻ ഓതുന്ന ആളുകളാണ്. എന്നാൽ ഒരു അൽ കഹ്ഫിന്റെ തുടർച്ചയിൽ, അൽ കഹ്ഫിന്റെ പതിവിൽ നിങ്ങൾക്ക് എന്തേ കൂടിക്കൂടെ?
പിന്നെ എങ്ങനെയാ നിങ്ങൾക്ക് അള്ളാഹു ഉത്തരം തരാ? ബസ്രാക്കാരോട് മൂന്നാമത് പറഞ്ഞു, വീഴ്ച ഇനിയുമുണ്ട്. ഇദ്ദഈതും ഹുബ്ബ റസൂലില്ലാഹ് വതറക്തും സുന്നത്തഹു. റസൂലുള്ളാഹിനെ ഇഷ്ടമാണെന്ന് പറയാറുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹുവിന്റെ ഹബീബിന്റെ പേരിൽ നിങ്ങൾ സ്വലാത്ത് ചൊല്ലുന്നവരാ സല്ലല്ലാഹു അലൈഹി വസല്ലം. എല്ലാം ഉണ്ട്, എന്നാൽ ഉള്ളതിന്റെ കൂടെ ഇനിയും നബിയെ ഓർക്കാൻ എന്താ നിങ്ങൾ ചെയ്യാ? അവിടുത്തെ സുന്നത്തുകളെ മറന്നു പോവല്ലേ. സുന്നത്തുകൾ മറന്നു പോകുന്നോടത്ത്, അതായത് ഏത് കാര്യം ചെയ്യുമ്പോഴും ഇവിടെ നബി ചര്യ എങ്ങനെ? സ്വഹാബിയെ പോലെയാ ഇക്കാലം ആ മനുഷ്യനെ കണ്ടതെന്ന് വിമർശനത്തിന്റെ കോണിൽ നിന്നുകൊണ്ട് പോലും ഒരു എഴുത്തുകാരൻ എഴുതി വെച്ചു. മഹാനായ ശൈഖുനാ അത്തിപ്പറ്റ മൊയ്തീൻ കുട്ടി മുസ്ലിയാർ നവ്വറല്ലാഹു മർഖദാ. എന്തുകൊണ്ടാ ആ മഹാന്റെ ജീവിതത്തിൽ സുന്നത്തുകളെ ഹയാത്താക്കാൻ തന്നെ തീരുമാനിച്ചു? അങ്ങനെ എത്ര ആലിമീങ്ങളുണ്ട്. ഒരിക്കൽ ചെന്നപ്പോ അതിഥി വന്നാൽ സ്വീകരിക്കേണ്ട എല്ലാ മര്യാദകളുടെ കൂട്ടത്തിലും ആ കുടുംബത്തിൽ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളവും ഒരു പാത്രത്തിൽ കുറച്ച് ഈത്തപ്പഴവും പിന്നെ ഒരു കാലിപാത്രവും വെച്ചു. കൂടെ ചെന്ന ആള് അല്ലെങ്കിൽ ആ വീട്ടിലെത്തിയ ആൾ ആദ്യം വിചാരിച്ച്, എന്തിനാണ് ഇപ്പൊ ഈ വട്ട ചെരുവത്തിൽ ഇങ്ങനെ സംസം വെള്ളം കൊണ്ടുവന്ന് വെക്കാം? മൂപ്പര് വിചാരിച്ച് ഉസ്താദി കഴിഞ്ഞ ആഴ്ച ഉംറ കഴിഞ്ഞ് വന്നിട്ട് സംസം വെള്ളം ഈത്തപ്പഴം കൊണ്ടുവന്നിട്ടുണ്ട് അത് തരണേന്ന്. അതല്ല, ഈ ഈത്തപ്പഴം എന്ന ഭക്ഷണം കഴിക്കാൻ അതിനു മുമ്പ് കയ്യും വായും കഴുകുക എന്ന സുന്നത്തിന് വേണ്ടി മറ്റൊരു പാത്രത്തിൽ വെള്ളം കൊണ്ടുവന്നാണ്. അങ്ങനെ ഈത്തപ്പഴം കഴിച്ചാൽ ഈത്തപ്പഴം കഴിക്കുന്നതിന്റെ കൂടെ എക്സ്ട്രാ ഒരു പാത്രം, കാലിപാത്രം വെക്കണം എന്ന് അതിന്റെ അതപ്പ്. കാരണം കുരു വേറെ പാത്രത്തിലാ ഇടാവൂ. ഞാനൊരു ഉദാഹരണം പറഞ്ഞതാ. സുന്നത്തുകളെ ഹയാത്താക്കാൻ നമുക്ക് കഴിയുന്നില്ല. ദുആക്ക് ഇജാബത്തില്ല. അള്ളാഹു നമ്മെ പരിഗണിക്കില്ല. മഹാനായ ഇബ്രാഹിമിന് അദ്ദേഹം റളിയല്ലാഹു പറഞ്ഞു, നാലാമതൊരു പ്രശ്നമുണ്ട്. പിശാചിനോട് എതിർപ്പാണ്, വിരോധമാണെന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. എന്നാൽ നമ്മൾ പിശാചിനോട് യോജിച്ചുകൊണ്ട് ചില പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട്. വ്യാഖ്യാനത്തിൽ കാണാം, നമ്മുടെ ജീവിതത്തിലെ ദൂർത്ത് അതിൻ്റെ ഒരു ഭാഗമാണ്. പിശാചിന് ഇഷ്ടപ്പെടുന്ന പലതും നമ്മൾ ചെയ്യാറുണ്ട്. പറയാറുണ്ടല്ലോ സ്വർഗം ഇഷ്ടമാണെന്ന്. അഞ്ചാമത്തെ പ്രശ്നം, സ്വർഗത്തിന് വേണ്ട പ്രവർത്തനങ്ങൾ അക്ഷരാർത്ഥത്തിൽ സംഭവിക്കുന്നില്ല. സ്വർഗത്തിന് വേണ്ടത് സംഭവിക്കുന്നില്ല. പറയാറുണ്ടല്ലോ ആറാമത്തെ പ്രശ്നം, ഖുൽതും നഖാഫുന്നാർ. നരകം ഭയമാണെന്ന് പറയുന്നവരാ ഞാനും നിങ്ങളും. അന്ന് ബസ്രാക്കാരും അങ്ങനെ പറഞ്ഞിരുന്നു. വറഹൻതും അൻഫുസകും ബിഹാ. എന്നാ നിങ്ങളുടെ ശരീരത്തെ പണയം വെച്ചിരിക്കുന്നത് നരകത്തിലാ. അവിടെയാ പ്രശ്നം. അല്ലാഹു കാത്തു രക്ഷിക്കട്ടെ. ഏഴാമത്തെ പ്രശ്നം, ഖുൽതും ഇന്നൽ മൗത ഹഖ്ഖും വലം തസ്തഇദ്ദൂ ലഹു. മരണം സത്യമാണെന്ന് ബോധ്യപ്പെട്ടവരാ നിങ്ങളും നമ്മളും. അങ്ങനെ മരിക്കുമെന്നതിൽ തർക്കമില്ല. എപ്പോ മരിക്കും എന്നതും ആർക്കും ഉറപ്പില്ല. എപ്പോ വേണമെങ്കിലോ, ഇതൊക്കെ ബോധ്യമുള്ളവരാണ്. എന്നിട്ടെന്തേ ഒരുക്കങ്ങളില്ലാത്തത്? എന്നിട്ടെന്തേ നിനക്ക് ഒരുക്കങ്ങളില്ലാത്തത്? മരണത്തിന്റെ ഒരുക്കമുണ്ടെങ്കിൽ തന്നെ നീ നന്നായല്ലോ. അള്ളാഹുവിന്റെ ഹബീബ് പഠിപ്പിച്ചല്ലോ. ഇമാം ബൈഹഖിയുടെ ശുഅബിലുണ്ടല്ലോ ഹദീസ്, ഇന്നൽ ഖുലൂബ തസ്ദഉ കമാ യസ്ദഉൽ ഹദീദു ഇദാ അസാബഹുൽ മാ. ഹൃദയത്തിൽ കറ വരുന്നുണ്ട്, തുരുമ്പ് വരുന്നുണ്ട്. ഇരുമ്പിൽ ഈർപ്പമെത്തിയാൽ ഇരുമ്പിൽ ക്ലാവ് വരും, തുരുമ്പ് വരും. എന്നാൽ ഇരുമ്പിന്റെ തുരുമ്പ്, കൊല്ലന്റെ ആലയിൽ തീയിൽ ഇരുമ്പ് കാഞ്ഞെടുത്താൽ ഇരുമ്പിന്റെ തുരുമ്പ് കളയാൻ കഴിയും. നബിയേ വമാ സിലാഉഹാ യാ റസൂലല്ലാഹ്. സഹാബത്ത് ചോദിച്ചതാ സല്ലല്ലാഹു അലൈഹി മുഹമ്മദ്, ഹൃദയത്തിന്റെ തുരുമ്പ് എങ്ങനെ കളയും? രണ്ട് വഴിയാ. ഒന്ന് തിലാവത്തുൽ ഖുർആൻ, തനിച്ചിരുന്നുള്ള ഖുർആൻ പറയണം.
തിലാവത്തിന് ഞാൻ കരുതി കൂട്ടി അങ്ങനെ അർത്ഥം പറഞ്ഞത്. തിലാവത്ത് തനിച്ചിരുന്നുള്ള ഓതല, ഖിറാഅത്ത് വേറൊരാൾ കേൾക്കുമ്പോഴാ അല്ലെങ്കിൽ പഠിപ്പിച്ചു കൊടുക്കുമ്പോഴാ. തിലാവത്ത് ഏകാന്തതയിലെ ഖുർആൻ പാരായണം, ആസ്വാദനത്തിന്റെ പാരായണം. അതാണ് ഹൃദയത്തിന്റെ തുരുമ്പ് കളയാനുള്ള ഒരു വഴി എന്ന് പുണ്യ നബി ഉറക്കെ മുഹമ്മദ് മുസ്തഫ. രണ്ടാമത്തേത് മരണസ്മരണയല്ല, സ്വന്തം മരണം എപ്പോഴും സംഭവിക്കുമെന്നതിനെ കൂടുതൽ ചിന്തിക്കുക എന്നതാണെന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. മരണത്തെ ഭയമാണെന്ന് പറയുന്നല്ലെങ്കിൽ മരണത്തെ ഓർക്കുന്നു, ഒരുക്കങ്ങൾ കാണുന്നില്ല. ഇതാണ് നിങ്ങളുടെ പ്രശ്നം. എട്ടാമത്തെ പ്രശ്നം മറ്റുള്ളവരുടെ കുറവുകളെ വേഗം നിങ്ങൾക്ക് പിടികിട്ടും, എന്നാൽ അതിലും വേഗത്തിൽ നിങ്ങളുടേത് കിട്ടേണ്ടതായിരുന്നു. ഇതെന്റെ ഒരു പ്രശ്നമാണ്, എനിക്കൊരു പ്രശ്നമല്ല എന്നതാണ് എൻ്റെ പ്രശ്നം. അതാണ്, ആ ചിന്തയാണ് ഏറ്റവും വലിയ പ്രശ്നം. സ്വന്തം കുറവുകളെ ആലോചിക്കാതെ മറ്റുള്ളവരുടെ കുറവുകളിലേക്ക് കണ്ണ് ചിമ്മാതെ നോക്കുന്ന സ്വഭാവം നിങ്ങൾക്കുണ്ടോ? അല്ലാഹുവോട് അടുക്കാനോ റബ്ബിൽ നിന്നും ദുആക്ക് ഉത്തരം കിട്ടാനോ നിങ്ങൾക്ക് അർഹതയില്ലെന്ന് മഹാനായ ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹു. പിന്നെ പറയട്ടെ, ഒൻപതാമത്തേത് അകൽതും നിഅമത റബ്ബികും വലം തസ്കുറൂഹാ. അല്ലാഹു ഒരുപാട് നിഅമത്ത് തന്നിട്ടുണ്ട്. ആലോചിച്ച് നോക്കണേ. പലരും പറയാറുണ്ട്, ഉസ്താദേ 40 വയസ്സ് വരെ എന്റെ ജീവിതത്തിൽ എനിക്ക് കഷ്ടപ്പാടായിരുന്നു. ഞാൻ എത്രയോ കഷ്ടപ്പെട്ട് ഒരു ഡബിൾ മുണ്ട് പോലും വാങ്ങാൻ എന്റെ കയ്യിലില്ല. എന്റെ കല്യാണത്തിന് ഞാൻ കെട്ടിയ വാച്ച് പോലും മറ്റൊരാളുടെ കടം വാങ്ങിയതാ പറയാറുണ്ട്. ഇന്ന് ഇതൊക്കെ ഉണ്ടായല്ലോ, ഉണ്ടായി, അൽഹംദുലില്ലാ, നല്ലതാ. പക്ഷേ സുബഹിയുടെ ജമാഅത്തിന് എന്തുകൊണ്ട് സഹോദരാ നീ പള്ളിയിൽ ഉണ്ടായില്ല? അല്ലാഹു തന്ന നിഅമത്തിനെ തിന്നു, പക്ഷെ നന്ദി കാണിച്ചില്ല. ഇതാണ് നിങ്ങളുടെ 9ാമത്തെ പ്രശ്നം. 10ാമത്തെ പ്രശ്നം വദഫൻതും മൗതാകും വലം തഅതബിറൂ ബിഹിം. നിങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ മയ്യിത്ത് കൊണ്ടുപോയി ഖബറിൽ വെച്ച് മണ്ണിട്ട് മൂടി വന്നാൽ ഖബറിന്റെ ഇരുട്ടിനെ കുറിച്ച് നിങ്ങൾ എന്തേ ചിന്തിക്കാത്തത്? എല്ലാരും കരയും, എന്തേ? ആ ആള് മരിച്ചുപോയി, എനിക്കെല്ലാമായിരുന്നു അദ്ദേഹം, ഞാൻ ഇവിടെ വരെ എത്തിയത് ആ മനുഷ്യൻ വെയിൽ കൊണ്ടതിന്റെ ഞാൻ അനുഭവിച്ച തണലാണ്, ആ മനുഷ്യൻ ഉരുകി തീർന്നതിന്റെ വെളിച്ചമാ ഞാൻ ഇന്ന് അനുഭവിച്ചത്. ഇനി അതില്ലല്ലോ. ആ മരിച്ചുപോയ ആളിൽ നിന്നും കിട്ടിക്കൊണ്ടിരുന്നത് നിലച്ചു പോയത് ഓർത്തിട്ട ഓരോ മരണത്തിലും മനുഷ്യര് കരയാ. എന്നാൽ ആ മരിച്ചുപോയ ആള് ഈ മരണം മുതൽക്കേ അയാളുടെ ഖബറിന്റെ ഏകാന്തതയിൽ അയാൾ ഒറ്റക്കല്ലേ എന്നതോർത്താരും കരഞ്ഞിട്ടില്ലല്ലോ. അങ്ങനെ ഒരു ഒറ്റപ്പെട്ട ജീവിതം നിനക്കും ഉണ്ടാകും എന്നതിൽ നിനക്കൊരു വിങ്ങിപ്പൊട്ടലില്ലെങ്കിൽ ബസ്രാനിവാസികളെ നിങ്ങൾക്കാർക്കും ദുആക്ക് ഇജാബത്തില്ല എന്ന് മഹാനായ ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹു പറഞ്ഞ മറുപടി മഹാനായ അബൂ നുഈം അദ്ദേഹത്തിന്റെ ഹില്യത്തുൽ ഔലിയായിലും ഇമാം ഗസാലിയും ഒക്കെ ഉദ്ധരിക്കുന്നതായി നമുക്ക് കാണാൻ കഴിയും. അല്ലാഹു നമുക്ക് പാഠം ഉൾക്കൊള്ളാൻ തൗഫീഖ് നൽകട്ടെ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലാ മുഹമ്മദ് اللهم صل على محمد. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. അല്ലാഹുവേ നീ സ്വീകരിക്കണേ തമ്പുരാനെ, പാപങ്ങൾ പൊറുക്കണേ അല്ലാ, രോഗങ്ങൾ ശിഫയാക്കണേ അല്ലാ. പല കുടുംബങ്ങളിലും പനിയും അസ്വസ്ഥതകളും മറ്റ് പ്രയാസങ്ങളുമുണ്ട്. റബ്ബേ നീ ശിഫാ നൽകണേ അല്ലാ. അല്ലാഹുവേ കൊച്ചുമക്കൾക്ക് പലയിടത്തും പനിയും പ്രയാസങ്ങളാ, നീ ശിഫാ നൽകണേ അല്ലാ. റഹ്മാനും റഹീമുമായ തമ്പുരാനെ, കോലഞ്ചേരി ഹോസ്പിറ്റലിൽ ഓപ്പറേഷൻ കഴിഞ്ഞ് കിടക്കുന്ന മകൾക്ക് വേണ്ടിയിട്ട് ദുആ ചെയ്യാൻ പരിപൂർണമായ ശിഫാ നൽകണേ അല്ലാ, ശിഫാ നൽകണേ അല്ലാ. അല്ലാഹുവേ റബ്ബേ ആരോഗ്യം നൽകണേ അല്ലാ.
അടുത്ത ദിവസം പുതുച്ചിറയിൽ പ്രവർത്തനം ആരംഭിക്കുന്ന സ്ഥാപനത്തിന് വേണ്ടി റബ്ബേ നീ ഖൈറിലാക്കണേ അല്ലാ. അല്ലാഹുവേ റബ്ബേ ആ ചെറുപ്പക്കാരൻ്റെ ലക്ഷ്യങ്ങൾ നീ പൂർത്തീകരിച്ചു കൊടുക്കണേ അല്ലാ. അതൊരു ബറക്കത്തുള്ള സ്ഥാപനമാക്കണേ അല്ലാ. ഹലാലായ മുറാദ് ഹസിലാകാൻ വേണ്ടി പലരും സംഭാവന തന്നിട്ടുണ്ട്. 313 രൂപ ബദരീങ്ങളുടെ പേരിലുള്ള ഇഷ്ടത്താൽ തന്നവരുണ്ട്. അല്ലാഹുവേ റബ്ബേ പലരും അവരുടെ ആവശ്യങ്ങൾ നിറവേറാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. എന്ത് ആവശ്യമാണെങ്കിലും നീ നിറവേറ്റി കൊടുക്കണേ അല്ലാ. വല്ല രോഗശമനമാണ് എങ്കിൽ ശിഫ നൽകണേ അല്ലാ. കടം വീടലാണെങ്കിൽ വീട്ടിക്കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ ജോലി സ്ഥിരമാകുന്നതിനും സാമ്പത്തികമായ വിഷമങ്ങൾ മാറാനും അഭിവൃദ്ധി ഉണ്ടാവാനും മക്കൾ സാലിഹീങ്ങളാവാനും ഒക്കെ ദുആ ചെയ്യാൻ അല്ലാഹുവേ നീ തൗഫീഖ് നൽകുക അല്ലാ. ജോലിയുടെ ബറക്കത്ത് കൊടുക്കണേ അല്ലാ. സാമ്പത്തിക വിഷമങ്ങൾ മാറ്റി കൊടുക്കണേ അല്ലാ. ഖബർസ്ഥാൻ സംരക്ഷണ ഭിത്തിക്ക് വേണ്ടിയിട്ട് 10,000 രൂപ, വഖഫ് വസ്തുവിലേക്ക് 15,000 രൂപ സംഭാവന തന്നവരിൽ റബ്ബേ ഖൈർ നൽകണേ അല്ലാ. അല്ലാഹുവേ നീ ഖൈർ നൽകണേ അല്ലാ. അവരുടെ ഹലാലായ മുറാദുകൾ ഹസ്ലാക്ക് അല്ലാ. അവരുടെ മരണപ്പെട്ടവരുടെ ഹദറാത്തിൽ അതിന്റെ സവാബ് എത്തിക്കണേ അല്ലാ. അല്ലാഹുവേ റബ്ബേ ഒരു സഹോദരൻ സംഭാവന ചെയ്തിരിക്കുന്നു, മറ്റൊരു സഹോദരനും ദുആ ചെയ്യാൻ ഒരു സഹോദരി, കിട്ടാനുള്ള പണം എത്രയും പെട്ടെന്ന് കിട്ടാൻ, വീട് പണി പൂർത്തിയാകാൻ, മുറാദ് ഹസ്ലാകാൻ മറ്റൊരു സഹോദരൻ തൗഫീഖ് നൽകണേ അല്ലാ. അല്ലാഹുവേ അവരുടെ മുറാദുകൾ ഹസ്ലാക്കണേ അല്ലാ. വീട് പണിയുമായി ബന്ധപ്പെട്ട എല്ലാവർക്കും റബ്ബേ നീ എളുപ്പമാക്കണേ അല്ലാ. അല്ലാഹുവേ റബ്ബേ വീട് പണിയേണ്ട പലരും പ്രയാസത്തിലാണ്. അല്ലാഹുവേ നീ വഴികൾ തുറന്നു കൊടുക്കുക അല്ലാ. കടബാധ്യതയുള്ള പലരുമുണ്ട് റബ്ബേ, കടങ്ങൾ വീട്ടണേ അല്ലാ. ഞങ്ങളുടെ മഹലിൽ അഭിവൃദ്ധി നൽകണേ അല്ലാ. മരിച്ചുപോയവർ ഈ പള്ളിയുടെ ചുറ്റും അന്ത്യവിശ്രമം കൊള്ളുന്നവരെല്ലാവരുടെയും ഖബർ വിശാലമാക്കണേ അല്ലാ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين برحمتك يا أرحم الراحمين. السلام عليكم ورحمة الله وبركاته.